ഹായ്, എൻ്റെ പേര് അമല. ഞാൻ റീസെൻ്റ് OET വിന്നറാണ്. ഞാൻ ടിജുസ് അക്കാഡമിയിലെ ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് എനിക്ക് OET ക്രാക്ക് ചെയ്യാൻ പറ്റിയതിൽ ദൈവത്തിനോട് തന്നെയാണ് നന്ദി പറയണത്. പിന്നെ എനിക്കിങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് ടിജുസ് അക്കാഡമിയിൽ നിന്നും കിട്ടിയ ഗൈഡൻസ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള 2 മൊഡ്യൂളായിരുന്നു റീഡിങ് ആൻഡ് ലിസണിങ്. എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അതെനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കിട്ടിയ ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു സ്കോർ കിട്ടിയിട്ടുള്ളത്. പിന്നെ സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് OETയിൽ 4 മൊഡ്യൂൾസിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഗ്രാമറിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗ്രാമർ എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്കായിരുന്നില്ല. അപ്പോൾ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിരുന്നു. സാർ ഈ ഗ്രാമറൊക്കെ നമുക്ക് എത്ര സിമ്പിളായിട്ട്, അതായത് ഒരു ഹോൾ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാകുന്ന പോലെ അതേപോലെ ഒരു വളരെ സിമ്പിളായിട്ടാണ് സാർ ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്രാമർ നമുക്ക് പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതേപോലെ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് സാർ അത് കറക്റ്റായിട്ട് പതിപ്പിച്ച് തരുമെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്ര എഫക്റ്റീവായിരുന്നു സാറിൻ്റെ ക്ലാസ്. പിന്നെ ദീപ്തി മാം അതെങ്ങനെ നമുക്ക് OET ലെറ്ററിൽ നമുക്ക് ഈ ഗ്രാമർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് സാർ മാഡത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അതും ഓക്കെ ആയി. പിന്നെ നമുക്ക് ഡെയിലി കറക്ഷൻസ് കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉറപ്പായിട്ടും പറയും, ടീച്ചേഴ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തേക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് റൈറ്റിംഗ് സെക്ഷൻ ഉറപ്പായിട്ടും ഒരു ഈസി ആയിട്ടുള്ള മൊഡ്യൂളായിരിക്കും. പിന്നെ ബാക്കി സ്പീക്കിംഗ് ആണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടാണ് നമുക്ക് സ്പീക്കിങ്ങിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ റീഡിങ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഡിഫിക്കൽട്ടായിരുന്നു റീഡിങ് മൊഡ്യൂൾ. ആ മൊഡ്യൂൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ ആ ഒരു ക്ലാസ്, നമുക്കൊരു 1 hour ക്ലാസ് ഉണ്ട്. നമുക്കൊരു റീഡിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വളരെ എഫക്റ്റീവാണ്. അവരുടെ ക്ലാസ്സസും അവർ പറഞ്ഞു തരുന്ന എക്സ്പ്ലനേഷൻസും ഒക്കെ വളരെ എഫക്റ്റീവാണ്. എങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താം എന്നൊക്കെ വളരെ എഫക്റ്റീവായിട്ട് പറഞ്ഞുതരും. പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതൊക്കെ നമുക്ക് എക്സാം അപ്പിയർ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഞാനൊരു മോക്ക് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്തു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതേപോലെയാണ് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തത്. വളരെ കൂളായിട്ടാണ് പോയത്. കാരണം എക്സാം അടുപ്പിച്ച് നല്ല ടെൻഷനൊക്കെ ആയിരുന്നു. സാറിൻ്റെ പ്രെയർ സെക്ഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം ശരിക്കും നമ്മൾ കൂളായി. കാരണം മനസ്സിൽ ആ ടെൻഷനൊക്കെ മാറി ഭയങ്കര റിലാക്സ്ഡായി. പിന്നെ എക്സാം വളരെ എഫക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്തു. സോ നമ്മുടെ ടിജുസ് അക്കാഡമിയിലെ എല്ലാവരോടും, അതായത് എൻ്റെ ഫാമിലിയോട് ഒരുപാട് നന്ദിയുണ്ട്. സാറിനും മാമിനും സ്പെഷ്യൽ താങ്ക്സ്. കാരണം ഞങ്ങളെപ്പോലുള്ള നഴ്സസിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി തന്നതിനും പിന്നെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.